ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് വിശദമായി. പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച തനിക്ക് ഇനി ആരോടും രാഷ്ട്രീയ ബാധ്യത ഇല്ലെന്ന് മുൻമന്ത്രിയും തവനൂർ എംഎൽഎയുമായിട്ടുള്ള കെ ടി ജലീൽ. മുഖ്യമന്ത്രിയോടും CPM-നോടും ഉൾപ്പെടെ ബാധ്യതയുടെ ആവശ്യമില്ല. ഒരു ബോർഡ് ചെയർമാൻ സ്ഥാനം പോലും തനിക്ക് വേണ്ട. തന്റെ നിലപാടുകളാണ് ഇനി പറയുകയെന്നും ജലീൽ പ്രതികരിച്ചു. വൈകിട്ട് 4:30 കെ ടി ജലീൽ മാധ്യമങ്ങളെ കാണും. പോലീസിനെതിരെ അടക്കം PV അൻവറിനെ പിന്തുണച്ച ജലീൽ അതേ നിലപാട് തുടരുമോ എന്നത് നിർണായകമാണ്. അല്ല, 10-20 വർഷമായല്ലോ. മരിക്കുന്നത് വരെ നമ്മള് സ്ഥാനത്തിരിക്കാമെന്ന് നമ്മളാർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അതുപോലെ തന്നെ അസംബ്ലിയിലോ അല്ലെങ്കിൽ പാർലമെന്റിലോ കിടന്ന് മരിക്കാമെന്നും നമ്മളാർക്കും വാക്ക് കൊടുത്തിട്ടില്ല. പറയുന്നത് നമ്മൾ പ്രാവർത്തികമാക്കണം. പലരും എന്താ ചെയ്യാറെന്ന് വെച്ചാല് അവർക്ക് കിട്ടുന്നത് വരെ എല്ലാവരും പറയും. പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ ലോകാവസാനം വരെ ഇത് തനിക്ക് വേണമെന്ന് വാദിക്കും. അതിനു വേണ്ടിയിട്ട് എന്ത് ഘോര സമരവും ചെയ്യുകയും ചെയ്യും. പുതിയ ആളുകൾ വരണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അല്ല, ഞാൻ പറയുന്നത് ഞാൻ പാർലമെന്ററി പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? എനിക്കിനി താല്പര്യങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളതാണ്. എനിക്കൊരു ബോർഡ് ചെയർമാൻ പോലും ഇനി ആവണ്ട എന്റെ ജീവിതത്തിൽ. അപ്പൊ അങ്ങനെ പറയുന്ന ഒരാൾ എനിക്ക് ആരോടും യാതൊരു ബാധ്യതയും കടപ്പാടും ഉണ്ടാവേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയോട് ഉണ്ടാവേണ്ട കാര്യമില്ല, CPIM-നോട് ഉണ്ടാവേണ്ട കാര്യമില്ല, ലീഗിനോട് ഉണ്ടാവേണ്ട കാര്യമില്ല, കോൺഗ്രസിനോട് ഉണ്ടാവേണ്ട കാര്യമില്ല, BJP-യോട് ഉണ്ടാവേണ്ട കാര്യമില്ല, ഒരാളോടും ഉണ്ടാവേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ എന്റെ നിലപാടുകളാണ് ഞാൻ പറയുക, എന്റെ ബോധ്യങ്ങളാണ് ഞാൻ 4:30 മണിക്ക് വെളിപ്പെടുത്തുക. PV അൻവറിന്റെ ചില അഭിപ്രായങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില അഭിപ്രായങ്ങളോട് യോജിപ്പുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ ചില അഭിപ്രായങ്ങളോട് ശക്തമായ വിയോജിപ്പുണ്ട് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, പാർട്ടിയോട് മാത്രമല്ല, എനിക്ക് ഒരാളോടും പ്രതിബദ്ധതയില്ല. ജമാഅത്തെ ഇസ്ലാമിയോട് പ്രതിബദ്ധതയില്ല, മറ്റൊരു മതസംഘടനയോടും എനിക്ക് പ്രതിബദ്ധതയില്ല. അതുപോലെ CPIM-നോടും എനിക്ക് പ്രതിബദ്ധതയില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. ഇനി മേലിൽ ഇപ്പൊ നമ്മള് ഒരാൾക്ക് വേണ്ടി നിലകൊള്ളുക അല്ലെങ്കിൽ അയാളെ ന്യായീകരിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് അയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാണ്ട് എന്ന് വരുമ്പോഴാണല്ലോ. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ 4:30 മണിക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. വെയിറ്റ് ആൻഡ് സീ. അതെ, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിൽ ഞാൻ യോജിക്കുകയാണോ വിയോജിക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളത് പറയും. CPM സഹയാത്രികനായി തുടരാനാണ് എന്റെ ആഗ്രഹം. പാർട്ടി പറയുന്നത് വരെ, പാർട്ടി എന്നോട് ആവശ്യപ്പെടുന്നത് വരെ എന്റെ സേവനം ഞാൻ കൊടുക്കും. ഞാൻ എവിടെയും ഇടിച്ചു കയറി ചെന്നിട്ട് എന്റെ സേവനം കൊടുത്തിട്ടില്ല, ആർക്കും നൽകിയിട്ടില്ല, ഇനിയും അത് നൽകൂല. അങ്ങനെ ഒരു ഘട്ടത്തിലെ കെ ടി ജലീലിന്റെ സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം ജോൺ ബ്രിട്ടാസ് പ്രകാശനം ചെയ്തു. ഇടതുപക്ഷത്തെ ശക്തനായ പോരാളിയാണ് കെ ടി ജലീൽ എന്ന് ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു. ജലീലിന്റെ പുസ്തക പ്രകാശന ചടങ്ങ് വിവാദം അത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ്. ചടങ്ങിൽ പങ്കെടുക്കാനായത് അംഗീകാരമാണെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. പുസ്തകം ഞാൻ കണ്ടു, ഉദ്യോഗം നിങ്ങൾ ഉണ്ടാക്കിയതാണ്. ഞങ്ങൾക്ക് ആരും ഉദ്യോഗമില്ല. എന്നെ നിങ്ങൾ പല ആൾക്കാരും വിളിച്ചു ചോദിച്ചു പരിപാടിക്ക് വരുന്നുണ്ടോന്നുള്ളത്. ഇടതുപക്ഷ മതനിരപേക്ഷ ചേരിയിലെ ശക്തനായ ഒരു പോരാളിയാണ് ശ്രീ കെ ടി ജലീൽ. അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനത്തിൽ എത്തുക എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയൊരു അംഗീകാരവും ആദരവാണ്.